Okay, good morning to all. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് പ്രോബ്ലംസ് ഓൺ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ്. എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? പ്രോബ്ലംസ് ഓൺ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. ഓക്കെ, അതിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NTU മെത്തേഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. NTU മെത്തേഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലംസ് ഓൺ ഹീറ്റ് എക്സ്ചേഞ്ചർ, അതിനകത്ത് തന്നെ നമ്മൾ ഏതാ ഡിസ്കസ് ചെയ്യുന്നത്? NTU മെത്തേഡിലെ പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റീം അറ്റ് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സ്റ്റീം ആണ് എൻട്രി ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ enters എന്താണ്? ഷെൽ ഓഫ് എ സർഫസ് കണ്ടൻസർ. ഓക്കെ, സ്റ്റീം അറ്റ് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. നമ്മൾ എൻട്രി ചെയ്യുന്നത് എന്താണ്? ഷെൽ ഓഫ് എ സർഫസ് കണ്ടൻസറിലാണ്. സർഫസ് കണ്ടൻസറിന്റെ ഒരു ഷെല്ലിലേക്കാണ് വരുന്നത്. ഇൻ വിച്ച് the water flows through a എന്താണ്? bundle of tubes of diameter 25 mm. അപ്പൊ നമ്മൾ എന്താണ്? ഒരു ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെന്ന് മനസ്സിലായി. അപ്പൊ ആദ്യം ഒരു ഷെല്ലുണ്ട്, ട്യൂബ് ഉണ്ട്. ഷെല്ലിൽ നമ്മൾ കാണുന്നത് എന്താണ്? സ്റ്റീം ആണ്. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? വാട്ടർ ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അതിന്റെ ഡയമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഏതിന്റെ? നമ്മൾ അവിടുത്തെ ട്യൂബിന്റെ ഡയമീറ്റർ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അറൗണ്ട് താഴേക്ക് എടുത്ത് ചെയ്താൽ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 25 mm. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.025 മീറ്റർ. ഓക്കെ, അറ്റ് ദ റേറ്റ് ഓഫ് 0.05 കിലോഗ്രാം പെർ സെക്കൻഡ്. അപ്പോ അറ്റ് ദ റേറ്റ് ഓഫ് ഇത് രണ്ടും കൂടിയാണ് പറയുന്നത്. അറ്റ് ദ റേറ്റ് ഓഫ് 0.05 കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന്. അപ്പൊ നമുക്ക് എഴുതാം MW, ദാറ്റ് ഈസ് മാസ് ഫ്ലോ റേറ്റ് ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് ഓഫ് സ്റ്റീം, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05 കിലോഗ്രാം പെർ സെക്കൻഡ്. ഇനി പറയുന്നത് കണ്ടീഷൻസ് ആണ്. ദ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്, ശ്രദ്ധിക്കാട്ടോ. ദ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ആർ 15 degrees Celsius and 70 degrees Celsius. ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് നമുക്ക് എന്തായാലും അറിയാം. വാട്ടർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? കൂളാണ് അല്ലെ? അല്ലെങ്കിൽ TC ആണ് എല്ലാം വരുന്നുണ്ടാവുക. സ്റ്റീമിനായിരിക്കും എപ്പോഴും ടെമ്പറേച്ചർ കൂടുക. അപ്പൊ നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാണ്ട് തന്നെ ഡയറക്റ്റ്ലി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഇൻലെറ്റ് എന്നുള്ളത് താഴെ എടുത്ത് എഴുതാം. ഇവിടെ ഉണ്ട് TC1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 15 degrees Celsius ആണ്. TC2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 70 degree Celsius ആണ്. അപ്പൊ അത് രണ്ടും നമുക്ക് കിട്ടി. TC1 നമുക്ക് കിട്ടി, TC2 കിട്ടി. ഇനി the condensation of steam take place on the outside surface of the tube. കണ്ടൻസേഷൻ നടക്കുന്നത് എവിടെയാണ്? ഔട്ട്സൈഡ്, ട്യൂബിന്റെ ഔട്ട്സൈഡ് ആണ് നടക്കുന്നത്. ഇനി if the overall heat transfer coefficient is 230 watt per meter square. നമുക്ക് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. അത് അറൌണ്ട് എത്രയാണ്? 230 watt per meter square ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? കാൽക്കുലേറ്റ് ദ ഫോളോയിങ് യൂസിങ് NTU മെത്തേഡ്. ഡയറക്ട്ലി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് NTU മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇൻലെറ്റ് ടെമ്പറേച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ദെൻ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് NTU മെത്തേഡ് യൂസ് ചെയ്യാം. അതിന് പകരം നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചേഴ്സ് ഒരെണ്ണം മിസ്സിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന മറ്റു മെത്തേഡ് നമ്മൾ സാധാരണ നേരത്തെ പഠിച്ച LMTD നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടത്? ഒന്ന്, എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ. രണ്ടാമത്, ലെങ്ത് ഓഫ് ദ ട്യൂബ്. മൂന്നാമത്, റേറ്റ് ഓഫ് സ്റ്റീം കണ്ടൻസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടത്. ഇനി ഒരു കാര്യം എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ദെൻ ടേക്ക് എന്താണ്? ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. 100 degree Celsius ആണ്. ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? 2257 കിലോജൂൾ പെർ കിലോഗ്രാം. 2257 കിലോജൂൾ പെർ കിലോഗ്രാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് കറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. NTU മെത്തേഡ് ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ? നമുക്ക് നോക്കാം. അത് ആദ്യമേ തന്നെ നോക്കാം. എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പോ ആദ്യമേ തന്നെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. എന്താണ്? നമുക്ക് സ്റ്റീം ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? ഏതാണ് ഹോട്ട് ഫ്ലൂയിഡ്, ഏതാണ് കോൾഡ് ഫ്ലൂയിഡ്? നമുക്കറിയാം കോൾഡ് ഫ്ലൂയിഡ് വാട്ടർ ആണ്. ദെൻ അപ്പൊ ഹോട്ട് ഫ്ലൂയിഡ് ഏതായിരിക്കും? സ്റ്റീം ആയിരിക്കും. അപ്പൊ അത് നമുക്കറിയാം. അപ്പൊ അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്, നല്ല കാര്യമൊക്കെ അറിയാം. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് Cmax തന്നിട്ടുണ്ടോ? Cmax അല്ലെങ്കിൽ C minimum എന്നുള്ളത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടോ? കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടോ? ഇല്ല.
അപ്പൊ നമുക്ക് എടുത്തു തന്നിട്ടില്ല. ഒന്നാമത് സി മാക്സ് എത്രയാണെന്നോ സി മിനിമം എത്രയാണെന്നോ തന്നിട്ടില്ല. നമുക്ക് അറിയാം നമുക്കറിയാം സി മാക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളത് ഹോട്ട് ഫ്ലൂയിഡിന്റെ ആണ് വരിക. അപ്പോൾ അത് നമുക്ക് ഹോട്ട് ഫ്ലൂയിഡ് ഏതാണ്? സ്റ്റീം ആണ്. അപ്പൊ നമുക്ക് അത് അറിയില്ല. സോ നമുക്ക് ഇറ്റ് ഈസ് ടേക്ക് ആസ് എന്താണ്? ഇൻഫിനിറ്റി. അതുപോലെ തന്നെ സി മിനിമം നമുക്ക് പറയുമ്പോൾ ഒബ്വിയസ്ലി വാട്ടർ ആണ്, കോൾഡ് വാട്ടർ ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് വാട്ടറിന്റെ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നമുക്ക് അത് അറിഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സി മിനിമം ബൈ സി മാക്സ് ആണ്. നമുക്ക് സി മിനിമം ബൈ സി മാക്സ് ആണ് നമുക്ക് കണ്ടുപിടിച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻ ടി മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ് സി മിനിമം ബൈ സി മാക്സ് എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? നമുക്കറിയാം സി മാക്സിന്റെ വാല്യൂ അറിയാത്തതുകൊണ്ട്, ഇൻഫിനിറ്റി ആയതുകൊണ്ട് സി മിനിമം ബൈ സി മാക്സ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 0 ആണ്. സി മിനിമം ബൈ സി മാക്സ് എന്നത് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 0 ആണ്. അപ്പൊ ഇനി നമ്മൾ രണ്ട് കണ്ടീഷൻസ് എടുക്കുവാണ്. കണ്ടീഷൻ അല്ല, ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഒന്ന് നമുക്കറിയാം സി എച്ച് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് എപ്പോഴും ഗ്രേറ്റർ ദാൻ എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എന്താണ്? കോൾഡ് ഫ്ലൂയിഡ് ആണ്. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദാറ്റ് ഈസ് ഹോട്ട് ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എന്താണ്? കോൾഡ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കും? അതോടെ നിൽക്കട്ടെ. എഫക്റ്റീവ്നെസ് ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. എഫക്റ്റീവ്നെസ് ഈക്വൽ ടു എന്താണ്? നമ്മൾ പഠിച്ചതാണ് അല്ലെ? Q ഡിവൈഡഡ് ബൈ Q മാക്സ്. എന്താണ്? Q ഡിവൈഡഡ് ബൈ Q മാക്സ്. Q എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതിന്റെ വേണമെങ്കിൽ അറിയാം. ഇവിടെ നമുക്ക് കോൾഡ് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ ആണ് അറിയാവുന്നത്. സോ നമുക്ക് അങ്ങനെ എഴുതാം. സോ TC2 മൈനസ് TC1 മൈനസ് TC1 ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? Q മാക്സ് ആണ്. Q മാക്സ് എന്ന് വെച്ചാൽ എത്രയാണ്? TH1 മൈനസ് TC1 ആണ്. Q മാക്സ് എന്ന് വെച്ചാൽ എത്രയാണ്? TH1 മൈനസ് TC1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് നോക്കാം, തന്നിട്ടുള്ള ഡാറ്റയാണ്. എങ്ങനെയാണ് TH1 മൈനസ് TC1? നമുക്ക് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയാമായിരുന്നു. ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചറോ നമുക്ക് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ അറിയാം. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്തത്? Q മാക്സ് എടുത്തിരിക്കുന്നത് കേട്ടോ. Q മാക്സ് എന്ന് വെച്ചാൽ TH1 മൈനസ് TC1 ആണ്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് എഴുതാം TC2 മൈനസ് TC1 നമുക്ക് തന്നിട്ടുണ്ട്. 70 മൈനസ് 15 എത്രയാണ്? 70 മൈനസ് 15 ഡിവൈഡഡ് ബൈ എന്താണ്? TH1 മൈനസ് TC1 100 മൈനസ് 15. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.647. എത്രയാണ്? 0.647 കിട്ടിയല്ലോ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ലെങ്ത് ഓഫ് ദ ട്യൂബ് ആണ്. നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അത് നമ്മുടെ കഴിഞ്ഞു. എഫക്റ്റീവ്നെസ് ഫസ്റ്റ് അതിനകത്ത് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് കാര്യം കഴിഞ്ഞു. എഫക്റ്റീവ്നെസ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദ ട്യൂബ് ആണ്. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് ദ ട്യൂബ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യുന്നത് NTU മെത്തേഡ് ആണ് ഡയറക്ട്ലി. ആ NTU മെത്തേഡിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഏരിയ ഉണ്ട്. ആ ഏരിയയിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ലെങ്ത് കണ്ടുപിടിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നോക്കാം സി മിനിമം ഹീറ്റ് കപ്പാസിറ്റി. സി മിനിമം ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? MC/CPC ആണ്. എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി സി മിനിമം ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? MC/CPC ആണ്. MC എന്ന് വെച്ചാൽ എത്രയാണ്? 0.05 ആണ്. ഇൻറ്റു CPC എന്ന് വെച്ചാൽ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് ആണ്. ദാറ്റ് ഈസ് ഫോർ കോൾഡ് വാട്ടർ എത്രയാണ്? 4.18 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്. ദാറ്റ് ഈസ് 0.209 കിലോ ജൂൾ പെർ കെൽവിൻ. എത്രയാണ് വരുന്നത്? 0.209 കിലോ ജൂൾ പെർ കെൽവിൻ. ഇനി നമുക്ക് നോക്കാം സി മിനിമം ബൈ സി മാക്സ്. നമുക്ക് അറിയാൻ പറ്റുമോ? സി മാക്സ് അറിയത്തില്ലല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. 0 ആണ്. നമ്മൾ 0 ആണെങ്കിൽ ഈ കേസ് തന്നെ നമ്മൾ ഡയറക്ട്ലി പഠിച്ചിട്ടുണ്ട്. 0 ആണെങ്കിൽ എഫക്റ്റീവ്നെസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് മൈനസ് എക്സ്പൊണൻഷ്യൽ മൈനസ് NTU. 1 മൈനസ് എക്സ്പൊണൻഷ്യൽ മൈനസ് NTU. നമ്മൾ ഫുൾ ആയിട്ട് ആറിന്റെ വാല്യൂ നമ്മുടെ ഇക്വേഷനിലെ ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമ്മൾ കേസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് effectiveness equal to 1 minus exponential of minus NTU. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? എഫക്റ്റീവ്നെസ് അറിയാം. എത്രയാ? 0.647 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് NTU. അപ്പൊ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇത് വെച്ച് നമുക്ക് NTU കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം. ഈ പവർ മൈനസ് NTU നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോയി? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. സോ ഇത് ഇങ്ങോട്ട് വന്നു. ഇ പവർ മൈനസ് NTU ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.647 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.353. ഇതിനകത്ത് നമ്മൾ NTU കണ്ടുപിടിക്കണം.
എൻ ടി യു എന്ന് വെച്ചാൽ മൈനസ് എൻ ടി യു ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ കളയണ്ടേ. അപ്പൊ എക്സ്പൊണൻഷ്യൽ കളയുമ്പോൾ എന്ത് വരും? അത് നാച്ചുറൽ ലോഗ് വരും, എൽ എൻ വരും. എൽ എൻ ഓഫ് എത്ര വരും ഉണ്ടാവുക? 0.353 കിട്ടുന്ന വാല്യൂ എത്രയാണ്? മൈനസ് ഉണ്ട്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു അങ്ങനെ വരും മൈനസ് 1.04. എൽ എൻ ഓഫ് 0.353 എന്നുള്ളത് എത്ര വരും? മൈനസ് 1.04 വരും. എൽ എൻ ഓഫ് 0.353 എന്നുള്ളത് എത്ര വരും? മൈനസ് 1.04 വരും. നമുക്ക് മൈനസ് എൻ ടി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എൻ ടി യു ആണ്. എൻ ടി ഈക്വൽ ടു എത്ര വന്നു? 1.04 വന്നു. എൻ ടി ഈക്വൽ ടു എത്ര വന്നു? 1.04 വന്നു. ഇനി നമ്മൾ ചെയ്യുന്ന എന്താ? എൻ ടി യുനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാം. എങ്ങനെ ചെയ്യും? എൻ ടി യു ഈക്വൽ ടു എന്താണ്? അതാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എൻ ടി ഈക്വൽ ടു എന്താണ്? യു എ ഡിവൈഡഡ് ബൈ സി മിനിമം. എൻ ടി ഈക്വൽ ടു എന്താണ്? യു എ ഡിവൈഡഡ് ബൈ സി മിനിമം. ദാറ്റ് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് യു അവിടെ നിൽക്കട്ടെ. യു ഇൻറ്റു ഏരിയ ക്യൂബ് ആണ്, പൈ ഡി എൽ ആണ്, ഡിവൈഡഡ് ബൈ സി മിനിമം. ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ നമുക്ക് ലെങ്ത് ആണ്, ഡയമീറ്റർ അല്ല, ലെങ്ത് ഓഫ് ദി ട്യൂബ്. ഫ്രം ദിസ് ഇക്വേഷൻ എങ്ങനെ ലെങ്ത് കണ്ടുപിടിക്കാം? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. എൻ ടി യു ഇൻറ്റു ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ ടി യു ഇൻറ്റു സി മിനിമം ഡിവൈഡഡ് ബൈ യു ഇൻറ്റു പൈ ഡി. അപ്പൊ എൻ ടി യു നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ ടി യു എത്രയാ? 1.04 ആണ് എൻ ടി യുവിന്റെ വാല്യൂ. സി മിനിമം എത്രയാ വന്നത്? നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, നേരത്തെ കണ്ടുപിടിച്ചു അല്ലെ, 0.209. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അത് കിലോ ജൂൾ പെർ കെൽവിൻ ആണ്. അത് ജൂളിലേക്ക് മാറ്റണമെങ്കിൽ ഇൻറ്റു 1000. അപ്പൊ അത് നമ്മൾ ചെയ്യുക. അപ്പൊ 0.209 into 1000 ഡിവൈഡഡ് ബൈ യു 230 ഇൻറ്റു പൈ ഡി. പൈ ഇൻറ്റു ഡി, ഡയമീറ്റർ നമുക്കറിയാം 0.025. അപ്പൊ ഇത് നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് അറൌണ്ട് എത്രയാണ്? 12 മീറ്റർ. എത്ര നമുക്ക് വരുന്ന വാല്യൂ? 12 മീറ്റർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലെങ്ത് ഓഫ് ദി ട്യൂബ് നമുക്ക് കിട്ടി. എത്ര നമുക്ക് കിട്ടിയത്? ലെങ്ത് ഓഫ് ദി ട്യൂബ് കിട്ടി. അതോടെ പ്രോബ്ലം തീർന്നോ? ഇല്ല. രണ്ട് കാര്യങ്ങൾ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു. അതൊക്കെയാണ് എഫക്റ്റീവ്നെസ് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് വൺ എന്താണ്? ലെങ്ത് ഓഫ് ദി ട്യൂബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത തേർഡ് ഒന്നും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എന്താണ്? റേറ്റ് ഓഫ് സ്റ്റീം കണ്ടൻസേഷൻ. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് ഓഫ് സ്റ്റീം കണ്ടൻസേഷൻ. നമുക്ക് നോക്കാം റേറ്റ് ഓഫ് സ്റ്റീം കണ്ടൻസേഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുക, എത്രയാ കണ്ടുപിടിക്കാൻ നോക്കാം. റേറ്റ് ഓഫ് സ്റ്റീം കണ്ടൻസേഷൻ എത്രയാ വരുന്നേ? നോക്കാം എങ്ങനെയാണ് റേറ്റ് ഓഫ് സ്റ്റീം കണ്ടൻസേഷൻ കണ്ടുപിടിക്കാൻ പറ്റുക നോക്കാം. സോ നമുക്ക് താഴേക്ക് വരാം. റേറ്റ് ഓഫ് സ്റ്റീം കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റീം ആണ്. സ്റ്റീമിന്റെ മാസ് ഫ്ലോ റേറ്റ് ആണ് എന്ത് പറയുന്നത്? റേറ്റ് ഓഫ് സ്റ്റീം കണ്ടൻസേഷൻ, ദാറ്റ് ഈസ് MH. നമുക്ക് ഒരേ ഒരു മെത്തഡോളജി ഉള്ളൂ. യൂസിങ് ഓവറോൾ നമ്മൾ എനർജി ബാലൻസ് ചെയ്യുക. എനർജി ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ജനറലി അറിയാം, ഒരു സൈഡ് നമുക്ക് വരുന്ന ഹോട്ട് ഫ്ലൂയിഡ് എന്താണ്? ദാറ്റ് ഈസ് സ്റ്റീം ആണ്. ഒരു സൈഡ് നമുക്ക് വരുന്നത് സ്റ്റീം ആണ്, ഒരു സൈഡ് നമുക്ക് വരുന്നത് വാട്ടർ ആണ്. സോ വാട്ടറിന്റെ ദാറ്റ് ഈസ് റേറ്റ് ഓഫ് എനർജി ബാലൻസ് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് Q എന്ന് വെച്ചാൽ നമുക്കറിയാം MCP ഡെൽറ്റ ടി ആണ്. ഇവിടെ സ്റ്റീം ആയതുകൊണ്ട് അതിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ എനർജി ബാലൻസ് പറഞ്ഞാൽ എന്ത് വരും? M ഇൻറ്റു HFG ആണ്. HFG ഈ HFG നമുക്ക് തന്നിട്ടുണ്ട്. M നമുക്കറിയില്ല. MH ഇൻറ്റു HFG ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? MC CPC ഇൻറ്റു TC2 മൈനസ് TC1. അപ്പൊ ഇതിനകത്ത് നമുക്ക് അറിയാത്ത ഒരേ ഒരു അൺനോൺ വാല്യൂ ഉള്ളൂ, അത് MH ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? MC CPC ഇൻറ്റു TC2 മൈനസ് TC1 ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? HFG ആണ്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി അത് ചെയ്തൂടെ? കിട്ടുന്ന വാല്യൂ നമുക്ക് ഡയറക്ട്ലി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് MC നമ്മൾ കിട്ടിയ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇവിടെ നോക്കി അറിയാം. MC നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. MC അല്ലെങ്കിൽ ഇതെന്താണ്? മാസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ മാസ് ഓഫ് കോൾഡ് വാട്ടർ, ദാറ്റ് ഈസ് നമുക്കറിയാം 0.05. അപ്പൊ എങ്ങനെ ചെയ്യാം? 0.05 ഇൻറ്റു CPC 4.18 ഇൻറ്റു എന്താണ്? TC2 മൈനസ് TC1 എത്രയാണ്? 70 മൈനസ് 15 ഡിവൈഡഡ് ബൈ നമുക്കറിയാം ശരിക്കും നമുക്ക് HFG തന്നിട്ടുണ്ട്. എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? HFG നമുക്ക് തന്നിട്ട് 2257. സോ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് അറൌണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്താ വരുന്നുണ്ടാവുക? എത്ര നമുക്ക് കിട്ടുന്ന വാല്യൂ? ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. കിട്ടുന്ന വാല്യൂ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.00509. ശ്രദ്ധിക്കുക, 0.00509 കിലോഗ്രാം പെർ സെക്കൻഡ്. 0.00509 കിലോഗ്രാം പെർ സെക്കൻഡ്. ഓർ ഇതിനെ നമ്മൾ അവറിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 60. അപ്പൊ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരുന്നു? 18.32 കിലോഗ്രാം പെർ അവർ. 18.32 കിലോഗ്രാം പെർ അവർ. അപ്പൊ ശ്രദ്ധിക്കുക, NTU ചെയ്യാനായിട്ട് എന്തൊക്കെയാ അറിയേണ്ടത്? ബേസിക്
എൻ ടിയുടെ ഇക്വേഷൻ അറിയണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? യു എ ബൈ സി മിനിമം. ഇത് നമ്മുടെ ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ ഏത് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ് എങ്ങനെ കണ്ടുപിടിക്കും? എഫക്റ്റീവ്നെസ് ജനറൽ ഇക്വേഷൻ Q ഡിവൈഡഡ് ബൈ Q മാക്സ്. Q ഡിവൈഡഡ് ബൈ Q മാക്സ്. ഇനി എഫക്റ്റീവ്നെസിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് NTU നമ്മുടെ ഡാറ്റ ബുക്കിനകത്തുണ്ട്. ആ ഡാറ്റ ബുക്കിൽ ഇക്വേഷൻ ഡയറക്റ്റ് എടുത്തേക്കുക. ഇവിടെ നമുക്കറിയാം ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ അറിയണം, R അറിയണം. R ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സി മിനിമം. സി R എന്ന് വെച്ചാൽ എത്രയായിരുന്നു നമുക്ക് കിട്ടിയ വാല്യൂ? എന്തായിരുന്നു? സി മിനിമം ഡിവൈഡഡ് ബൈ സി മാക്സ്. സി മിനിമം ഡിവൈഡഡ് ബൈ സി മാക്സ്. അപ്പൊ നമ്മളത് ബേസ് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്താണ്, അല്ലെങ്കിൽ നമ്മൾ ബേസ്ഡ് ഓൺ ഏതാണോ നമ്മൾ ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നതാണ് അത് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം സി മിനിമം ബൈ സി മാക്സ് എടുക്കാം. ഇവിടെ നമുക്ക് സി മാക്സ് സ്റ്റീം ആയതുകൊണ്ട് അറിയാത്തതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ എന്തെടുത്ത്? 6 എടുത്തത്. 6 എടുത്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എഫക്റ്റീവ്നെസ് കണ്ടുപിടിച്ചത്. അപ്പൊ 6 എന്നുള്ള ടൈം മൊത്തം പോയി. ബാക്കി എന്തായിട്ട് മാറി? 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് NTU ആയിട്ട് മാറി. NTU എന്ന് വെച്ചാൽ യു എ ബൈ സി മിനിമം ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് നമ്മൾ ചെയ്തത്, ജനറലി ചെയ്തത്. ഇത്രയാണ് നമുക്ക് വന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിവ്യൂ ചെയ്യാം. പിന്നെ നമ്മൾ ലെങ്ത് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം NTU യു എ ബൈ സി മിനിമം ആണ്. യു എ എന്ന് വെച്ചാൽ πTL ആണ്. അതിനകത്ത് ലെങ്ത് മാത്രമാണ് മിസ്സിംഗ്, ബാക്കി എല്ലാ വാല്യൂസും അവൈലബിൾ ആണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പിന്നെ റേറ്റ് ഓഫ് സ്റ്റീം കണ്ടൻസേഷൻ നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? യൂസിങ് എനർജി ബാലൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ റിവ്യൂ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.